ഇപ്പോൾ അതിന്റെ വേഗം സ്റ്റഡിയാണ്, ക്രമമാണ്. ഇനി ഇനി മിനിറ്റുകൾക്കപ്പുറം അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ജലാശയത്തെ തൊടും, ആ വെള്ളത്തിൽ തൊടും. ആ നിമിഷം അതൊരു ചരിത്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം ഇതാ മറ്റൊരു ചരിത്രത്തിന് സാക്ഷിയാകാൻ വേണ്ടി പോകുന്നു. മനുഷ്യകുലത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുള്ളത്. ഇതാ സമുദ്രത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നു ഡ്രാഗൺ പേടകം. ഇതാ ഇറങ്ങിയിരിക്കുന്നു. മറ്റൊരു ചരിത്രം പിറന്നിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഏറ്റവും ഭംഗിയായി സുന്ദരമായി ലാൻഡ് ചെയ്തിരിക്കുന്നു ആ പേടകം. ക്രൂ 9 പേടകം സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘവുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഏറ്റവും സേഫായി ലാൻഡ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി മിനിറ്റുകൾക്കപ്പുറം നാസയുടെ സംഘമെത്തി ആ പേടകം വീണ്ടെടുത്ത് അവരെ തൊട്ടടുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ സന്നാഹങ്ങളൊക്കെ ഇതാ തൊട്ടരികിൽ തന്നെയുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് കടന്നു വരും. ആ പേടകം നിങ്ങൾക്ക് ഇതിന്റെ ദൃശ്യങ്ങളിൽ കാണുന്നു. നാസ സ്പേസ് എക്സ് ക്രൂ 9 റിട്ടേൺ, ക്രൂ 9 ബാക്ക് ഓൺ എർത്ത്. യെസ്, ഭൂമിയിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇതാ മനുഷ്യകുലത്തിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. ചരിത്രം ഇതാ ഇവിടെ കുറിച്ചിരിക്കുന്നു. നിങ്ങളിത് കാണുക. ഇത് ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. ഈ പുലർച്ചയിൽ, ഈ മാർച്ച് 19 3:28 മിനിറ്റുകൾക്ക് നമ്മൾ കണ്ടത് ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ മറ്റൊരു മഹാനിമിഷത്തെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ പേടകം നിങ്ങൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ രാവിലെ 8:35 ആരംഭിച്ച വലിയ ദൗത്യം 10:35 തുടങ്ങിയ മഹായാത്ര ഒടുവിൽ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ ടൈം 3:28 അതിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ശുഭ പര്യവസാനം. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ക്രൂ 9 പേടകം സുരക്ഷിതമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഫ്ലോറിഡയ്ക്ക് സമീപം ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.